മോളെ എന്താ അമ്മ? വെളിയിൽ പ്രിയങ്കയും മുത്തശ്ശിയും വന്നിട്ടുണ്ട്. അന്ന് വരുണിനെ നാണം കെടുത്താൻ വന്നതുപോലെ മുത്തശ്ശിയെ നാണം കെടുത്താൻ വന്ന വരവാണെന്ന് ഒരു സംശയവും. മുത്തശ്ശി നല്ല ഉറക്ക. ഒരു കാരണവശാലും അവരെ മുത്തശ്ശി കാണാൻ പാടില്ല. അമ്മ വന്നേ. മോളെ മോള് പ്രിയങ്കേ, നമ്മള് കരുതുന്നത് പോലെ പേടിച്ചൊളിച്ചൊന്നുമല്ല. അകത്തുനിന്ന് ആളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാ. പക്ഷേ അകത്തുള്ളവര് മുഴുവനും വന്നില്ലല്ലോ മുത്തശ്ശി. എല്ലാരും കൂടി വന്നാലല്ലേ അതിലൊരു രസമുള്ളൂ. ബുദ്ധിമുട്ട് ഇത്രയും ദൂരം വരാങ്കിലേ പിന്നെ കേറി കാണാൻ എന്താടി ബുദ്ധിമുട്ട്? അമ്മയും പ്രിയങ്കയും ഈ വീടിനകത്തേക്ക് കയറ്റരുതെന്ന് ദേവേട്ടൻ പറഞ്ഞിട്ടുണ്ട്. കയറാൻ ഞാൻ സമ്മതിക്കില്ല. എങ്ങനെയാ യശോദേ, കയറാൻ നീ സമ്മതിക്കില്ല? ഈ വീടിന്റെ ഉമ്മറത്ത് ഞെളിഞ്ഞു നിന്ന അവകാശം പറയാൻ നിനക്കെന്താ അധികാരം? അല്ല, എനിക്കൊന്ന് കേൾക്കാൻ വേണ്ടിട്ടാ. നിനക്ക് അവകാശം ഇല്ല. പിന്നെ കൂടെ നിൽക്കുന്ന ഇവൾക്കോ? ഇവളും ആറ്റുവാശ്ശേരിയും തമ്മിൽ എന്താ ബന്ധം? വിട്ടേക്ക് മുത്തശ്ശി. കൊറേ നാളായി ആറ്റുവാശ്ശേരി ഇവിടുത്തെ കണക്കും കേക്കുമ്പോ തന്നെ ചൊറിച്ചില്ല. എടാ കൊച്ചനെ, നീയേ ആ വണ്ടിയിലിരിക്കുന്ന ആയുധം ഇങ്ങെടുത്തോണ്ട് വാ. ഏതാ? ഈ പുറത്തിറങ്ങേണ്ടവരെ ഇറക്കി വിടാനുള്ള ഒരു ആയുധമല്ലേ അത്? അതിങ്ങെടുത്തോണ്ട് വാ. എന്താ യശോദേ, ഇവരെന്തിനാ അവിടെ വീണ്ടും വന്നത്? എടാ കൊച്ചനെ, നീ അതൊന്ന് നിവർത്തി കാണിച്ചേ. നീ ഇത് കണ്ടോ? നിന്റെ ഈ ആറ്റുവാശ്ശേരിയിലെ ദാരിദ്ര്യ പലകയിലിരുന്ന് ഉണ്ടിരുന്ന സുകുമാരി അല്ല ഇപ്പൊ ഞാൻ. മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെക്കുന്ന പുതിയ പ്രൊഡ്യൂസറാ ആറ്റുവാശ്ശേരി സുകുമാരി. കണ്ണ് മഞ്ഞളിച്ചിട്ടില്ലെങ്കിലേ ശരിക്കൊന്ന് നോക്ക്. ഈ നിൽക്കുന്നത് പ്രിയങ്ക. നാളെ മുതല് ഇന്ത്യക്ക് അകത്തും പുറത്തും ഒക്കെ ആൾക്കാരെ ആഘോഷിക്കാൻ പോകുന്ന സുന്ദരി പെൺകുട്ടിയാ. ഇതേ എല്ലാവരെയും ഒന്ന് കാണിക്കാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. അല്ലാതെ നിന്റെ ഈ തൊഴുത്തി കയറി വീണ്ടും താമസിക്കാനല്ല. എടാ കൊച്ചനെ, അതിങ്ങെന്താ കൊണ്ടുവാടാ. ഇതെന്താണെന്നറിയാവോ?